നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്ന അൺസ്റ്റിച്ച്ഡ് സ്യൂട്ട്സിൻ്റെ കളക്ഷനാണ്. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ നമ്മളിന്ന് കാണുന്നുണ്ട്. അതിലൊരു ഡിസൈൻ വന്നിട്ടുള്ളത് ലിനൻ കോട്ടൺ ഫാബ്രിക്കിലാണ്. ഇതിൽ നമുക്ക് 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. മറ്റൊന്ന് വന്നിട്ടുള്ള ഒരു പ്രീമിയം കളക്ഷനാണ്. ഇത് വരുന്നത് വിസ്കോസ് ഓർഗാൻസ ഫാബ്രിക്കിലാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ ഒരു ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഡിസൈൻ നോക്കാം. ഇത് നമുക്കൊരു ഫംഗ്ഷൻ ഇടാൻ പറ്റിയതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1849 റേഞ്ചിൽ. ഇതിൻ്റെ കളേഴ്സ് എല്ലാം നല്ല കളേഴ്സാണ്. അപ്പോൾ ആദ്യത്തെ ഷെയ്ഡ് വന്നിട്ടുള്ളൊരു റോസ് പിങ്ക് കളറാണ്. അപ്പോൾ ഇതിൻ്റെ യോക്കിലോട്ട് എംബ്രോയ്ഡറി വരുന്നു. അത് ത്രെഡ് വർക്കായിട്ട് മെഷീൻ എംബ്രോയ്ഡറി ആണ്. അതിൽ മൾട്ടി കളർ ഒരു പേസ്റ്റൽ ടോണിലുള്ള കളേഴ്സും കൊണ്ടുള്ള എംബ്രോയ്ഡറി ഫ്ലോറൽ പാറ്റേൺ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇടയ്ക്കൂടെ ഒരു സിൽവർ ത്രെഡ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതിൻ്റെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. പിന്നെ അടുത്തത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് കോട്ട ഫാബ്രിക്കിലാണ്. സിൽക്കി കോട്ട മെറ്റീരിയലാണ്. നന്നായിട്ട് ഫ്ലോയി ആയിട്ട് മെറ്റീരിയൽ സിൽക്കി കോട്ട ആയതുകൊണ്ട് കിടക്കും. അപ്പോൾ അതിൽ ആപ്ലിക് വർക്ക് വന്നിട്ടുണ്ട്. അതിലൊരു ഫ്ലോറൽ പാറ്റേൺ ഇതുപോലെ ആപ്ലിക് ഡിസൈൻ ആയിട്ടും വന്നിട്ടുണ്ട്. എൻഡിലേക്ക് ടാസൽസും വരുന്നുണ്ട്. അപ്പോൾ ആപ്ലിക് വർക്ക് ആണെങ്കിലും സ്കാറ്റേർഡ് ആയിട്ട് ഓൾ ഓവർ ദുപ്പട്ടയിൽ സ്പ്രെഡ് ചെയ്ത് കിടപ്പുണ്ട്. ബോട്ടം ഇതിൻ്റെ വന്നിട്ടുള്ളത് ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ്. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ ഓൾ ഓവർ വരുന്നത്. അടുത്ത ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ജെറ്റ് ബ്ലാക്ക് കളറിലാണ്. നല്ല ഡീപ്പ് ബ്ലാക്ക് ഷെയ്ഡിലോട്ടാണ്. എല്ലാം നന്നായിട്ട് മെറ്റീരിയലും ഇതിലുണ്ട്. യോക്കിലോട്ട് ഇതിൻ്റെ വർക്ക് നന്നായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. ഒരേ ത്രെഡ് വർക്കാണ്, ഒരേ കളർ ത്രെഡ് വർക്കാണ് എല്ലാത്തിലും വരുന്നത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട ഒരു ആപ്ലിക് വർക്കെല്ലാം ആ സെയിം പാറ്റേണിൽ ബോട്ടം വന്നിട്ടുണ്ട്. ഇതുപോലെ ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ. അടുത്തത് വരുന്നത് ഇതിൻ്റെ വൈറ്റാണ്. ഇതാണ് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ. സെയിം പാറ്റേൺ തന്നെ വരും. ദുപ്പട്ട ബോട്ടം ഇതാണ് വൈറ്റിൽ വരുന്നത്. അടുത്തത് വരുന്നത് ഒരു മിഡ് നൈറ്റ് ബ്ലൂ ഷെയ്ഡിലോട്ടാണ്. സെയിം പാറ്റേൺ, കളേഴ്സ് വ്യത്യാസമാണെന്നേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട. പിന്നെ ബോട്ടം. ഇനി ഇതിലൊരു ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ്. അത് വരുന്നത് മാവ് ഷെയ്ഡിലാണ്. സെയിം പാറ്റേൺ തന്നെ. ദുപ്പട്ട സെയിം പാറ്റേൺ. പിന്നെ ബോട്ടം. 5 ഷെയ്ഡ്സ് 1849 റേഞ്ചിലാണ്. അടുത്തത് നമ്മൾ കാണുന്നത് വിസ്കോസ് ഓർഗാൻസ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ഡീപ്പ് പിസ്ത ഗ്രീൻ കളറിൽ. അപ്പോൾ ഇത് നമുക്കൊരു ഫംഗ്ഷൻ ഇടാൻ പറ്റിയ ഡിസൈൻസാണ്. പ്യുവറാണ്, പ്യുവർ കളക്ഷനിൽ വരുന്നതാണ്. നെക്ക് റൗണ്ട് നെക്കാണ് നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബഞ്ച് ഓഫ് ഫ്ലവർ പാറ്റേൺ ആണ്. ഫ്ലോറൽ ഡിസൈനിലുള്ള എംബ്രോയ്ഡറി ഹാൻഡ് വർക്കായിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇടയ്ക്കൂടെ സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്ത് നല്ല റിച്ച് ലുക്കിങ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇടയ്ക്കൂടെ ആ ഒരു ഫ്രണ്ട് പോർഷനിലോട്ടൊരു ബോക്സ് പാറ്റേൺ പോലെ തന്നെ സീക്വൻസ് എംബ്രോയ്ഡറിയും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സ്കാറ്റേർഡ് ആയിട്ട് ചെറിയ ഫ്ലവേഴ്സ് ഫ്രണ്ട് പോർഷനിലോട്ട് സ്പ്രെഡ് ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. ബാക്ക് സൈഡ് ഇതിൻ്റെ പ്ലെയിൻ ആയിട്ട് വരും. ദുപ്പട്ട ഇതിൽ വന്നിട്ടുള്ളത് ഓർഗാൻസ ഫാബ്രിക്കിൽ, വിസ്കോസ് ഓർഗാൻസ സെയിം ടോപ്പിൻ്റെ അതേ മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്നത്. ഇത് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ്. വൺ സൈഡിലോട്ട് ഇതിൻ്റെ ലേസ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. അതും ഓർഗാൻസ ഫാബ്രിക്കിൽ തന്നെയാണ്. സ്കാലപ്പിങ്ങും ഒക്കെ ചെയ്തെടുത്തിരിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് ക്രോഷ്യ ലേസും മിഡിൽ പോർഷനിലായിട്ട് സ്കാറ്റേർഡ് ആയിട്ട് ചെറിയ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി സൈഡിലോട്ടെല്ലാം സ്കാലപ്പ് പാറ്റേൺ ഇതുപോലെ ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാ സൈഡിലോട്ടും അത് വരുന്നുണ്ട്. ഈവൻ ഈ എൻഡിലോട്ടും വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത് ബോട്ടം വരുന്നതിൻ്റെ ഷാൻറ്റൂണിലാണ്. ഇതാണ് ഒരു ഷെയ്ഡ്. അടുത്തത് വരുന്നൊരു പിങ്ക് പീച്ച് കളറാണ്. പാറ്റേൺ എല്ലാം എംബ്രോയ്ഡറി എല്ലാം സെയിം ആയിട്ട് വരും. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട. സെയിം പാറ്റേണിൽ തന്നെ ആ ഒരു എംബ്രോയ്ഡറിയും എല്ലാം അതേപോലെ തന്നെ ലേസ് പാറ്റേണും എല്ലാം സെയിം ആയിട്ട് വരും. പിന്നെ ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്. അടുത്ത ഷെയ്ഡ് വരുന്നത് ബട്ടർ യെല്ലോ കളറിലാണ്. ഓരോന്നിൻ്റെയും വർക്ക് വരുമ്പം അതിലുള്ള ത്രെഡ് ഉപയോഗിച്ചിരിക്കുന്ന ഓരോന്നിനും മാച്ച് ചെയ്യുന്ന പോലെയാണ്. ഇതാണ് ദുപ്പട്ട, ബോട്ടം. ലാസ്റ്റ് ഷെയ്ഡിൽ വരുന്നത് ലൈലാക്കാണ്. ഇതിൻ്റെ ലൈനിങ് കൂടി ഇട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ കളർ നന്നായിട്ട് കറക്റ്റായിട്ട് ഷെയ്ഡ് വരുന്നത്. സെയിം പാറ്റേണിൽ തന്നെ ദുപ്പട്ടയും വരുന്നുണ്ട്. പിന്നെ ബോട്ടം. ഇതുപോലെ 2 ഡിസൈൻസ് നമ്മളിന്ന് കണ്ടു. ഒന്ന് ഫംഗ്ഷനൊക്കെ ഇട്ട്, 2 നമുക്ക് ഫംഗ്ഷൻ ഇടാൻ പറ്റിയ ഡിസൈൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി പർച്ചേസ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.